ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു ടൈ ആൻഡ് ഡൈയുടെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഗാർമെൻറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതാണ് നമ്മളുടെ മെറ്റീരിയൽ ഡൈ ചെയ്തെടുത്തിട്ട് തന്നെയാണ് കളറ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളുടെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്ലെയിൻ കളറും കൂടി ഞാൻ ഡൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. ഡൈയിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ മെറ്റീരിയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ പ്രിൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഒരു മോഡൽ ചെയ്യുകയാണെങ്കിൽ അതിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കട്ടിങ് അധികം ഇല്ലാതെ, അതായത് നമ്മുടെ മെറ്റീരിയൽ അധികം കട്ട് ചെയ്ത് പോവാതെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡിസൈൻ ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാനിതിലൊരു ഷെയ്ഡ് മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് നമ്മൾ ബോബിൻ കേസിൽ ഇലാസ്റ്റിക് ചുറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണ ഒരു മോഡൽ ഉണ്ടല്ലോ, ആ ഒരു മോഡലാവുമ്പോൾ നമുക്ക് മെറ്റീരിയൽ അധികം കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വരില്ല. കാരണം ഈ ഷെയ്ഡ് മെത്തേഡിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ, ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണ ഒരു ഇലാസ്റ്റിക് ആണ് കേട്ടോ, വളരെ നാരോ ആയിട്ടുള്ള നമ്മുടെ നൂലിൻ്റെ അത്ര, നൂലിനേക്കാളും കുറച്ചും കൂടി ഒരു കട്ടി ഉണ്ടാവും. ബോബിൻ കേസിൽ ഇടണ ഇലാസ്റ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈലറിങ് മെറ്റീരിയൽ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ കിട്ടും. അപ്പോൾ അവിടെ ചോദിച്ചാൽ മതി. ബാക്കിലും ഫ്രണ്ടിലും ഞാൻ ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ച് അടിക്കുന്നുണ്ട്. യോക്കിൻ്റെ പോർഷൻ വരെയാണ് വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോ കാണാം. ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ വളരെ കുറച്ച് മെഷർമെൻറ്റ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഫുൾ ലെങ്ത്തും സ്ലീവിൻ്റെ ഒരു ലെങ്ത്തും മാത്രം ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ലെങ്ത്ത് എടുക്കുമ്പോൾ ഉള്ളൊരു ചെറിയൊരു ഡിഫറൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത്. അപ്പോൾ 42 ആണ് നമ്മുടെ ഫുൾ ലെങ്ത്ത് എങ്കിൽ 4 ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിന് പോണത്. അപ്പോൾ 42-ൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് കഴിഞ്ഞ് 42-ൽ നിന്ന് 4 ഇഞ്ച് കുറച്ചാൽ 38 ഇഞ്ചാണ് നമ്മളുടെ ഒരു ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മളുടെ 38 ഇഞ്ചിലാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് അടിക്കണത്. അപ്പോൾ ആദ്യമേ തന്നെ 38 ഇഞ്ചിൽ മടക്കിയടിക്കാനുള്ള ഒരു ലെങ്ത്തും കൂടി കൂട്ടിയിട്ടിട്ട് വേണം നിങ്ങൾ 2 പീസ് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും 44 ഇഞ്ച് വിട്ട്, നമ്മുടെ മെറ്റീരിയലിൻ്റെ ഫുൾ വിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ 38 ഇഞ്ച് ലെങ്ത്തിലും 44 ഇഞ്ച് വിട്ടിലും 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതിനുശേഷം നമ്മളുടെ നെക്കിൻ്റെ ഭാഗം വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അടിഭാഗം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് നെക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് 2 സൈഡും, അതായത് ബാക്കും ഫ്രണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് കേട്ടോ അത് മടക്കി അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇലാസ്റ്റിക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ബോബിനിൽ ആദ്യമേ തന്നെ നമ്മൾ ഇലാസ്റ്റിക് നമ്മൾ ഇതുപോലെ നമ്മൾ ഒന്ന് ചുറ്റിയെടുക്കണം. നമുക്ക് ത്രെഡൊക്കെ ആണെങ്കിൽ നമ്മുടെ മെഷീനിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇലാസ്റ്റിക് നമ്മൾ മാനുവലി തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ബോബിൻ കേസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്ക്രൂ ഒന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. കാരണം നൂലിൻ്റെ ഒരു വിട്ടല്ല, നമ്മളുടെ ഒരു കട്ടിയല്ല നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിക് വരുന്നത്. അപ്പോൾ അത് ആ ഒരു ബോബിൻ കേസിൻ്റെ ഉള്ളിൽ കൂടെ വരാനുള്ള ലൂസ് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മുകളിൽ നമ്മളുടെ ഏത് നൂലാണോ വരുന്നത് ആ ഒരു കളറ് സാധാരണ നൂല് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നൂലും അടിയിൽ നമ്മളുടെ ഇലാസ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് 1/2 ഇഞ്ച് മിനിമം വേണം, 3/4 ഇഞ്ച് മാക്സിമം പോയാൽ മതി. അതിന് കൂടുതലാണെങ്കിൽ ആ ഒരു ഷ്രിങ്ക് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഭംഗി പോകും കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് വരെ പിന്നെയും കുഴപ്പമില്ല. ഒരു 1/2 ഇഞ്ചിലാണ് ഞാൻ എൻ്റെ ഈ ഒരു ഇത് ചെയ്തെടുത്തേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞു പോകാതിരിക്കാനൊക്കെ നോക്കണം. അപ്പോൾ ഇത് ഞാൻ ഈ ബാക്ക് പോർഷനാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നെക്കിൻ്റെ വൈഡാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നമ്മുടെ മിഡ് ആം ഹോൾ ലെങ്ത് ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് ഓൾറെഡി നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം വരണുണ്ട്. നമ്മൾ ലെങ്ത്തിൽ 4 ഇഞ്ച് കുറച്ചിട്ടല്ലേ ചെയ്തേണേ. അപ്പോൾ ഈ 5.5 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച ബാക്കി 1.5 ബാലൻസ് ഉള്ളത്. അപ്പോൾ 1.5 ഇഞ്ച് താഴ്ത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ വൈഡിലോട്ടാണ് നമ്മളത് ഇങ്ങനെ ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3.5 ഇഞ്ചാണ് നെക്ക് വേണമെങ്കിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ശേഷം 1.5 ഇഞ്ച് മിഡ് ആം ഹോൾ ലെങ്ത്തിൻ്റെ ആ ബാലൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കും ഫ്രണ്ടും ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് അടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. 2 സൈഡും ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്.
രണ്ട് സ്ലീവ് ഞാൻ ഒരുമിച്ചാണ് കേട്ടോ കട്ട് ചെയ്താണിത്. അപ്പോൾ 22 ഇഞ്ച് വിഡ്ത്ത് ഞാൻ ഈ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് 44 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് 22 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ 9 ഇഞ്ച് ലെങ്ത്തും സ്ലീവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 9 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇലാസ്റ്റിക്കിനൊക്കെ മടക്കിയടിക്കുമ്പോൾ അതൊരു 5 ഇഞ്ചോളം വരെ ഉള്ളൂ. അപ്പോൾ 4 ഇഞ്ചോളം നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ 2 പീസ് 22 ഇഞ്ച് വിഡ്ത്തിലും 9 ഇഞ്ച് ലെങ്ത്തിലും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കും അടിയിൽ ഞാൻ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾക്ക് ഈ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കടത്തി വിടാനുള്ള ഒരു വിഡ്ത്തിൽ നമ്മളിത് മടക്കിയെടുക്കുക. അതുപോലെ തന്നെ താഴെ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കയറ്റി വിടാനുള്ള ഒരു ഗ്യാപ്പും കൂടി നമ്മളിതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇലാസ്റ്റിക് നമ്മൾ ജോയിൻ ചെയ്യണേക്കാളും മുമ്പേ നമ്മളുടെ ആ ഒരു അടിച്ചു വെച്ചേണ ബോഡി പോർഷൻ്റെ ആം ഹോളിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ സ്ലീവിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ബോഡി പാർട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഒരു ജോയിനിങ് ചെയ്യാത്ത ഭാഗത്ത്, ഫോൾഡിങ് വരാത്ത ഭാഗത്ത് ഇതുപോലെ നമ്മൾ ആ ഒരു ഷേപ്പ്, ആം ഹോളിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് നമ്മളുടെ സ്ലീവും ബോഡി പോർഷനായിട്ട് ജോയിനിങ് വരുന്നത് കേട്ടോ. ശേഷം നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ മുകളിൽ ഞാൻ 4 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് കട്ട് ചെയ്തപ്പോൾ പറഞ്ഞത്. അപ്പോൾ ബാക്കും ഫ്രണ്ടും കൂട്ടിയിട്ട് 4 കൂട്ടിയിട്ട് 8 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീം അലവൻസ് അടക്കം ഞാൻ 8.5 ഇഞ്ചിൽ ഒരു 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗത്ത് നമ്മുടെ ബൈസെപ്സിൻ്റെ അളവ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1 ഇഞ്ചൊക്കെ കുറയ്ക്കുക. അപ്പോൾ 11.5 ഇഞ്ചാണ് എൻ്റെ അളവെങ്കിൽ ഞാനൊരു 10 ഇഞ്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 2 പീസും കൂടിയും 1/2 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക്. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ആദ്യം നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ കൂടെ കടത്തി വിടാം. അപ്പോൾ ഒരു പോർഷൻ്റെ എൻ്റെ എത്തുമ്പോൾ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കാനായിട്ട്, സ്റ്റിച്ച് ഇടാനായിട്ട് മറക്കരുത്. ഇപ്പോൾ 2 ഭാഗവും നമ്മളിതുപോലെ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ സ്ലീവ് നമ്മൾ കൂട്ടി യോജിപ്പിക്കണത്. അപ്പോൾ നമ്മളുടെ സീം അലവൻസ് എത്രയാണോ വിട്ടേണേ അതനുസരിച്ച് നമ്മളുടെ സ്ലീവ് നമ്മൾ ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ അറ്റാച്ച്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആം ഹോളിൻ്റെ ഒരു റൗണ്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ മുകളിലത്തെ ഒരു ഇലാസ്റ്റിക് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി പോർഷനിലെ ആം ഹോളിൻ്റെ ഒരു അളവും നമ്മുടെ സ്ലീവിൻ്റെ അളവും കൃത്യമാണെന്നുള്ളത് നോക്കാനായിട്ട് മറക്കരുത്. മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ആ ഒരു 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഇതുപോലെ നമ്മൾ നോർമലി നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ നമ്മളൊന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ 2 സൈഡിലും ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മളുടെ ഇലാസ്റ്റിക് കയറ്റി വിടണം കേട്ടോ. അതിനുശേഷം നമ്മളുടെ ബോഡി പോർഷനിൽ ആം ഹോളിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, അതും നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗവും തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഓൾറെഡി ബോഡി പോർഷനിൽ നമുക്ക് ഇലാസ്റ്റിക്, ചെറിയ നാരോ ഇലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ അത് വലിച്ച് പിടിച്ചിട്ട് അടിക്കരുത് കേട്ടോ. കാരണം സ്ലീവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണ ഭാഗത്ത് ഇലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് വലിഞ്ഞ് വരുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ നമ്മുടെ ബോഡി പോർഷൻ എത്ര വേണമെങ്കിലും നമുക്ക് വലിഞ്ഞ് കിട്ടും. അപ്പോൾ അത് വലിച്ചു പിടിക്കാതെ കൃത്യത്തിൽ തന്നെ വെച്ച് അടിക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവും കൂടിയും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും നമ്മളുടെ ഈ ഒരു സ്ലീവ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്തത് അതുപോലെ തന്നെ മറ്റേ സ്ലീവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. സ്ലീവ് 2 അറ്റാച്ച് ചെയ്ത് അടിഭാഗം മടിക്കടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷ്രിങ്ക് മാക്സി ഡ്രസ്സ് റെഡിയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് പറഞ്ഞത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന, വീട്ടിൽ തന്നെ നമുക്ക് ഡൈ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഷിബോരി ടൈ ആൻഡ് ഡൈയുടെ ഒരു മെത്തേഡിലുള്ള ഒരു ഡ്രസ്സാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ഇനി വരും ആഴ്ചകളിൽ ഇതിൻ്റെ പല മെത്തേഡുകളിലുള്ളതും നമുക്ക് ചെയ്യണുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടിയും ചെയ്യാം. ഓക്കെ, ബൈ.